അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു 2 പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തികൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരി, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. ആദ്യം നമ്മൾ ഇപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഈ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ ഈ ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവർ ഇപ്പോൾ എനിക്കിങ്ങനെ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ നീ രക്ഷപ്പെട്ടു പോയതോടാന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ നമ്മളാ ജോലിയിൽ നിന്നുകൊണ്ട് സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് ഇങ്ങനെ തന്നെ പോവാണ്. പൈസ ഒരു ഭാഗത്ത് നിന്ന് കിട്ടുന്നുള്ളൂ. പക്ഷെ എല്ലാവരും പറയുന്നത് നീ രക്ഷപ്പെട്ടു പോയതോടാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ ഈ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ ജീവിതത്തിൽ? അതാണ് ചോദിക്കാൻ പറഞ്ഞത്. ആദ്യം ചോദിച്ചു പറഞ്ഞാൽ അതാണ്. അല്ല ജോലിയുടെ വേറെന്തോ കാര്യം ചോദിച്ചോളാം. നമ്മൾ ഈ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ പണം ഉണ്ടാക്കുക, വിവാഹം കഴിക്കുക, ശേഷം ഉപാസനയുള്ളതിന് പകരമായിട്ട് ആദ്യമേ ഒരു ജീവിതാനുഷ്ഠാനം എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം ഉപാസനയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ബാക്കിയൊക്കെ ക്രമേണ വന്നോളൂ. ആദ്യം അനുഷ്ഠാനമല്ലേ ചെയ്യേണ്ടത് നമ്മൾ. ഇപ്പം ഇയാളുടെ അനുഭവം എന്തോ? എനിക്ക് തോന്നുന്നത് ആദ്യം സ്വന്തം അനുഭവത്തിൽ എന്തോ തോന്നുന്നു? എനിക്കെന്തെങ്കിലും ദീക്ഷ എടുത്ത ശേഷം നമുക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളുണ്ടായി. ഉപാസന തുടർന്ന് ജോലി കിട്ടി, അത് 41 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടി. ജോലി കിട്ടി, ഗൾഫിൽ പോകാൻ അല്ലേ. അപ്പോൾ ആ ജോലി കിട്ടി കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും ആളുകൾ നമ്മളോട് പറഞ്ഞു നീ രക്ഷപ്പെട്ടു വന്നു. അപ്പം ശരിക്കും നമ്മൾ രക്ഷപ്പെടുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കണം ഓരോ അവസരത്തിലും ഓരോ വ്യക്തികൾക്കും അയാൾ ആഗ്രഹിക്കുന്നത് കിട്ടുമ്പോഴാണല്ലോ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. പക്ഷെ ഈ രക്ഷപ്പെട്ടു എന്നുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒന്ന് തോന്നാൻ ബുദ്ധിമുട്ടാണ്. ഇനി തോന്നിയാൽ അത് അപകടമാണ്. 2 പ്രശ്നം അതിനകത്തുള്ളത്. തോന്നാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ശകലം ഗുണമുണ്ട്. കാരണം സാധാരണക്കാരൻ വിചാരിക്കുന്നത് എനിക്ക് കുറച്ച് കാശ് കിട്ടിയാൽ എൻ്റെ പ്രശ്നം തീരുമെന്നാണ്. കാശ് കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും അതല്ല, ഒരു ശൂന്യത ഉണ്ടാവും. അപ്പോൾ അത് എന്താണ് തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ, എബ്രഹാം മാസ്ലോ പിരമിഡിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആദ്യം മനുഷ്യന് വേണ്ടത് ജീവിക്കാനുള്ള മോട്ടിവേഷൻ എന്താണ്? ബേസിക് നീഡ്സ് ആണ്. അത് കഴിഞ്ഞ് സെക്യൂരിറ്റി നീഡ്സ് ആണ് പിരമിഡ്. പിന്നെ ഈ സ്നേഹം, ലവ് ആൻഡ് ബിലോങ്ങിങ്സ് ആണ്. അതിന് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും മനുഷ്യൻ രക്ഷപ്പെട്ടു എന്ന് അപ്പോഴും തോന്നുന്നില്ല. അവന് തോന്നുന്നത് വിജയ്ക്ക് ഇപ്പോഴും രക്ഷപ്പെട്ടു എന്ന് തോന്നാത്തോണ്ടല്ലേ അയാൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങി. പവറും കൂടെ ബാക്കിയുള്ളവർ അയാൾ രക്ഷപ്പെട്ട, നമ്മളയാളെ കാണുന്നത് രക്ഷപ്പെട്ട ആളായിട്ടാണ്. രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങി, കമലഹാസൻ ഇറങ്ങി എന്തിനാ ഇറങ്ങുന്നേ? അവർക്ക് അവരുടെ ഒരു ശൂന്യത ഫുൾഫിൽ ചെയ്യാൻ ഇനി അത് വേണം, എന്തെങ്കിലും കൂടെ ചെയ്യണമെന്ന് തോന്നുകയാണ്. അത് കാരണം ഒന്നും ആയിട്ടില്ലെന്ന് തോന്നി, രക്ഷപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അതാണ്. അപ്പൊ ഈ ഒരിക്കലും നമുക്കിത് രക്ഷപ്പെട്ടു എന്നൊരു തോന്നൽ വരത്തില്ല എന്നുള്ളതാണ് സത്യം. മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ആന എന്ന് പറഞ്ഞ വലിയ ജീവിയെ കൊണ്ടു നടക്കുന്ന ആനപ്പാപ്പൻ അവന്റെ മുന്നിൽ രക്ഷപ്പെട്ട ആളാണ്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആനക്കാരനാവണമെന്നുള്ള, ആനയെ കൊണ്ടു നടക്കണം. അല്ലെങ്കിൽ ഒരു KSRTC ബസ് ഡ്രൈവർ ആവണം. അയാള് ഇവനെ സംബന്ധിച്ച് അയാൾ രക്ഷപ്പെട്ട ആളാണ്. പോലീസാവണം. കളിയാക്കല്ല കേട്ടോ, പോലീസ് ഭയങ്കര സ്ട്രെസ്സുള്ള ജോലിയാണ്. പക്ഷെ ഇത് കുട്ടിക്ക് അറിയാവോ? അല്ല, പട്ടാളത്തിൽ പോകണം. അല്ലെങ്കിൽ ജീവിതത്തിൽ ഞാൻ കളിയാക്കുന്നതല്ല, എല്ലാ പ്രൊഫഷനും നല്ലതാണ്. പക്ഷേ ഇവർക്കാർക്കും രക്ഷപ്പെട്ടു എന്നൊരു തോന്നൽ വരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഗൾഫിൽ പോയാൽ രക്ഷപ്പെട്ടു എന്ന് പറയും. ബാക്കിയുള്ള ആൾക്കാരുടെ മുന്നിൽ നമ്മൾ രക്ഷപ്പെട്ട ആളാണ്. നമ്മളും ആദ്യം തോന്നും, ചെന്ന് കുറച്ച് ദിവസം നമ്മൾ രക്ഷപ്പെട്ടു, ഒരു ജോലി കിട്ടി, റിലാക്സ് ആയി, ഓക്കെ കൊള്ളാം. പക്ഷെ പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ഏത് അത്ഭുതത്തിന് 3 ദിവസം ആയുസുള്ളൂ നേരം മഹാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ ഫുൾഫിൽമെന്റ് വരുന്നില്ല. ഈശ്വരനെ കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ ഈ രക്ഷപ്പെട്ടു എന്നുള്ള തോന്നൽ വരത്തുള്ളൂ. ഈശ്വരനെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് രക്ഷപ്പെട്ടു എന്ന് തോന്നും. അത് അപകടമാണ്. അത് അപകടം. കാരണം നമ്മൾ രക്ഷപ്പെട്ടു, ഈശ്വരനെ കിട്ടിയല്ലോ. അപ്പം നമ്മളുടെ ജാഗരൂകത നഷ്ടപ്പെടും. നമ്മൾ അതുവരെ നമ്മൾ എവിടുന്ന് അടി വരുമെന്ന് നോക്കും. രക്ഷപ്പെട്ടിട്ടില്ലല്ലോ, രക്ഷപ്പെടണ്ടേ? നമുക്ക് ഭയങ്കര ശ്രദ്ധ ഉണ്ടാവും. ഭയം ശ്രദ്ധയെ കൊണ്ടുവരും. ഈ ഭയം അങ്ങ് പോയി കഴിയുമ്പോൾ അശ്രദ്ധ വരും.
രക്ഷപ്പെട്ടു എന്ന് തോന്നിയാൽ, അങ്ങനെ ആളുകൾക്ക് അപൂർവമായി വരാറുണ്ട്, വിജയിച്ച ആളുകൾക്ക് രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നത് കൊണ്ടാണ് അവർ പിന്നെ അടിക്കടി പരാജയപ്പെട്ടു അതിലും വലിയ കുഴി പോകുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേ? ഇപ്പം ഞാനൊരു സിനിമ സംവിധാനം ചെയ്തു, ആ സിനിമ ഭയങ്കരമായിട്ട് വിജയിച്ചു, എനിക്ക് രക്ഷപ്പെട്ടു എന്ന് തോന്നും, എൻ്റെ ആഗ്രഹം പോലെ ചെയ്തു. അത് കഴിയുമ്പോൾ അടുത്ത പടം ചെയ്യണ്ടേ, ജീവിക്കണ്ടേ, അല്ലെങ്കിൽ അടുത്ത കാര്യം ചെയ്യണമല്ലോ. ഇത് ചെയ്യാൻ വരുമ്പോഴാണ് പ്രശ്നം. ആളുകൾക്ക് ഭയങ്കര പ്രതീക്ഷയാണ് നമ്മളിൽ, ഈ പ്രതീക്ഷ ഒരു ഭാരമാണ്. അപ്പൊ ആ പ്രതീക്ഷ നിലനിർത്താൻ വേണ്ടി നാച്ചുറലായിട്ട് എനിക്കൊരു കാര്യം ആർട്ട് ഫോം ചെയ്യാൻ പറ്റാതെ, ഞാൻ റിസ്ക് എടുക്കാതെ വിജയിച്ച ചിത്രങ്ങളുടെ ഫോർമുലയൊക്കെ എടുത്ത് ഒരു തട്ടിക്കൂട്ടി ഗ്യാരണ്ടി, മിനിമം ഗ്യാരണ്ടിയെങ്കിലും കിട്ടണം എന്നുള്ള രീതിയിൽ ഒരു ആർട്ടിസ്റ്റ്, വലിയ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഒക്കെ കിട്ടും. അപ്പോൾ ഒരു കഥയൊക്കെ തട്ടിക്കൂട്ടി ഒരെണ്ണം എടുക്കും, അത് വലുതായിട്ട് വിജയിച്ചോന്നില്ല. കാരണം എന്താ, ഞാൻ രക്ഷപ്പെട്ടു എന്ന് കക്ഷിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആൾക്കാർ കണ്ടോളൂ എന്നൊരു തോന്നലും അഹങ്കാരം കൂടെ വരുന്നവരുണ്ട്. എന്റെ മിടുക്കാന്ന് തോന്നും. ഈശ്വരന്റെ അനുഗ്രഹം, ഈശ്വരനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചായിരിക്കും അത് വിജയിച്ചത്, ഐഡിയാസ് ഒക്കെ വന്നു. പക്ഷെ ലാസ്റ്റ് നിമിഷം വിജയിച്ച് കഴിയുമ്പോൾ എപ്പോഴും ഈഗോ വന്ന് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും, ഞാൻ ഇത് ചെയ്തതെന്ന് തോന്നും. ഇത് വലിയ അപകടമാണ്, പ്രത്യേകിച്ച് ആത്മീയതയിൽ. ഈശ്വരനുമായിട്ടുള്ള ബന്ധം കട്ടായിപ്പോ കണക്ഷൻ. ദേവിയെ കിട്ടിയെന്ന് തോന്നിയാൽ നിങ്ങളുടെ കണക്ഷൻ പോകും. മൈൻഡ് ബാധയായിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ മൈൻഡ് തന്നെ നമുക്ക് ബാധയായിട്ട് തീരും. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ബാധ നമ്മുടെ പേഴ്സണാലിറ്റിയാണ്, നമ്മുടെ മൈൻഡാണ്. അതിന് വലിയ ബാധയില്ല. എനിക്കിട്ട് അടി കൊടുത്തോണ്ടിരിക്കണം. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഞാൻ എന്നെ വലിയ ഒരു കെണിയാണ്. അപ്പം വലിയ വലിയ ആൾക്കാർ, ഹീലേഴ്സ്, വലിയ വലിയ ആളുകളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ പലപ്പോഴും ഈ പ്രശ്നം വരാറുണ്ട്. ആളുകൾക്ക് പലപ്പോഴും അവർക്ക് ഈ ഞാൻ എന്നുള്ള സംഭവം കയറി വരും. ഞാൻ എന്നുള്ള നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഇട്ട് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഒരു സോഫ്റ്റ്വെയർ പോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിച്ച് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നത് തെറ്റില്ല. ഇപ്പം ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട്, ദേഷ്യപ്പെടാതിരുന്ന നടക്കത്തില്ല പലപ്പോഴും. പക്ഷെ അത് നമ്മളുടെ ഒരു അഭിനയമാണ്. മീൻസ് നമ്മളൊരു ക്യാരക്ടർ, നമ്മൾ ശ്രീധരൻ പോലുള്ള ക്യാരക്ടറിനെ കൊണ്ടുവന്നു ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്തിട്ട് വായിച്ചിട്ട് വെക്കുന്ന പോലെ. നമ്മളൊരു നമ്മുടെ ശ്രീധരൻ നമ്പൂരി എന്ന് പറയുന്ന ആളിനെ എടുക്കുന്നു, നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കുന്നു, അത് വെച്ച് വർക്ക് ചെയ്യുന്നു. ദേഷ്യപ്പെടുന്നു, കരയുന്നു, വിഷമിക്കുമെങ്കിൽ വിഷമിച്ചൊക്കെ ഇരിക്കുന്നിട്ട് കാണിക്കുമ്പോൾ വീട്ടുകാർക്ക് മനസ്സിലാവും ഇയാൾക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ. ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. അത് ആളുകൾക്കൊരു കാര്യം, കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണതെല്ലാം. കാരണം ആളുകൾക്ക് അല്ലാതെ മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു രാജ്യം ഉണ്ടെങ്കിൽ സ്വർഗമായിരുന്നു. നിങ്ങൾക്കറിയാം, അവതാർ സിനിമ, ജെയിംസ് കാമറൂൺ എത്രയോ വർഷങ്ങൾ അയാൾ ടെർമിനേറ്റർ ഇറങ്ങുന്നതിന് മുമ്പേ, ടൈറ്റാനിക് ഇറങ്ങുന്നതിന് മുമ്പേ ചെറുപ്പത്തിലെ ഒരു കഥയുണ്ടായിരുന്നു. വേറൊരു ഗ്രഹത്തിൽ പോകുന്ന ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. ഒരു പട്ടാളക്കാരൻ കൊച്ചിയിലെ പിള്ളേരുടെ ഒരു സ്റ്റോറി അയാൾ വായിച്ച് അയാളിനെ ഇൻസ്പിറേറ്റ് ചെയ്ത് വർഷങ്ങളായിട്ട് അയാൾ മനസ്സിൽ കൊണ്ടുവന്നു. അയാൾ ഇടയ്ക്ക് ഇത് ചെയ്യാൻ നോക്കിയപ്പോൾ അത്രയും ടെക്നോളജി അയാളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് വളർന്നില്ല എന്നുള്ളത് കൊണ്ട് അയാൾ പിന്നെയും വെയിറ്റ് ചെയ്തു. മമ്മിയൊക്കെ കണ്ടപ്പോൾ, ആ ജുറാസിക് പാർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അത്രയും ഡെവലപ്പ് ആയിട്ടില്ല. പക്ഷെ ലോർഡ് ഓഫ് ദ റിങ്സ് എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഇങ്ങനെ പിടിച്ചു കയറുന്ന ഒരു ക്യാരക്ടർ, കുരങ്ങൻ്റെ കൂട്ട്. ഈ ക്യാരക്ടർ കണ്ടപ്പോഴാണ് ഇത് ഇത്രയും നാച്ചുറൽ. ഇനിയിപ്പോൾ എനിക്ക് അവതാറിൻ്റെ വർക്ക് തുടങ്ങണം. അങ്ങനെ പുള്ളിക്കാരൻ അവതാർ പാൻഡോര എന്ന് പറഞ്ഞ ഗ്രഹം, നാവീസ് എന്ന് പറഞ്ഞ പ്രത്യേക ലിംഗ്വിസ്റ്റിക് ഒരു ലാംഗ്വേജ് തന്നെ ഉണ്ടാക്കി. ഒരു ലാംഗ്വേജിന്റെ ആളിനെയൊക്കെ വിളിച്ച് ഉണ്ടാക്കിയിട്ട് പുള്ളി അതുപോലെ റിസർച്ച് ചെയ്ത് ഇതിനൊക്കെ സയന്റിഫിക്കലി, സൈക്കോളജിക്കലി, ബയോളജിക്കലി ഒക്കെ റിയലായിട്ടുള്ള മാക്സിമം കിട്ടാവുന്ന ലേറ്റസ്റ്റ് ഡേറ്റ വെച്ച് കണക്ട് റിയലായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് പുള്ളി ഉണ്ടാക്കിയത്. അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഈ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപാട് ആളുകൾക്ക് ഡിപ്രഷൻ വന്നു. അവതാർ ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. അവതാർ ഡിപ്രഷൻ കാരണം ഇത്രയും മനോഹരമായ ഒരു സ്ഥലം
അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ ആലോചിച്ചിട്ടായിരിക്കാം ആളുകൾ സീരിയസ് ആയിട്ട് ഒരാളിങ്ങനെ ഒരാളിട്ടത് കമന്റ് എന്തോ വീഡിയോ എന്തോ ഇട്ട് യൂട്യൂബറായിട്ട് അടി വന്നിട്ട് ഇഷ്ടം പോലെ ആളുകൾ കമന്റ് ചെയ്യും, എനിക്ക് ഇതുണ്ട്, അങ്ങനെ ഇത് അറിഞ്ഞത് ഒരു ബ്ലൂ കളറിലാണല്ലോ. അപ്പോൾ മൊത്തത്തിലൊരു ഡിപ്രഷൻ പോലെ ഒരു ഡിസപ്പോയിൻമെന്റ് വരുന്ന ഒരു സംഭവം. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ ശരിക്കും അവൻ്റെ കുതിരകളുടെ മുടിയിലേക്ക് ഇവരുടെ മുടി എടുത്ത് കണക്ട് ചെയ്യുമ്പം ഇവരുടെ വാലോ എന്തോ എടുത്ത് കണക്ട് ചെയ്യുന്നുടനെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രകൃതിയായിട്ട് അത്രയും ചേർന്നിരിക്കുന്ന ഒരു ലൈഫ്. ഇവിടെ ഈ കോൺക്രീറ്റ് കെട്ടിടത്തിനകത്തൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് അവതാറിലെ ആ ഒരു ഗ്രീനറി, ആ മൃഗങ്ങളുമായിട്ടുള്ള ബന്ധവും മനുഷ്യർ അവരുടെ ജീവജാലങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, സ്നേഹവും അവരുടെ ആ ഹൃദയം കൊണ്ട് ഹൃദയത്തെ കണക്ട് ചെയ്യുന്ന രീതി, ആ ഒരു വൃക്ഷത്തിന്റെ സംഭവം കൺസെപ്റ്റ്, ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് പ്രശ്നം. അപ്പം പലപ്പോഴും നല്ലതും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതെ, അങ്ങേയറ്റം നല്ല സിനിമ ആയതുകൊണ്ട് അത് ഡിപ്രഷൻ കൊടുത്തു. അപ്പം എവിടെയാണ് ഈ നല്ലത് ചീത്ത രക്ഷപ്പെടല്? അതൊക്കെ ഈശ്വരനെ കിട്ടിക്കഴിഞ്ഞാലായി. പക്ഷെ ഈ പെട്ടു എന്ന് തോന്നിയാലത്തെ അപകടമായി പറയുന്നു. അങ്ങേ ഇഷ്ടം പോസിറ്റീവില് പിന്നെ അത് നെഗറ്റീവ് ആവാനാണ് തുടങ്ങുന്നത്. ഒരു എബ് ആൻഡ് ഫ്ലോ അല്ലേ അതിന്റെ ഇങ്ങനെ മേളിൽ ആ തിരയുടെ മേളിൽ വന്നു കഴിഞ്ഞാൽ അങ്ങേ അറ്റം 100 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ വരണം? ഏറ്റവും മേളിൽ വന്നാൽ പിന്നെ താഴോട്ടുള്ള പ്രയാണം. ചന്ദ്രൻ ഏറ്റവും പൂർണ്ണചന്ദ്രനായിരിക്കുന്നതാണോ നല്ലത്, ചെറിയ ചന്ദ്രനാണോ? ചെറിയ ചന്ദ്രൻ വളർന്നുകൊണ്ടേയിരിക്കും, പൂർണ്ണചന്ദ്രൻ പിന്നെ ഡൗൺ വന്ന് തുടങ്ങുകയാണ് അല്ലേ? അപ്പം ഒരാളോട് ചോദിച്ചു, രാജാവ് ഒന്ന് ചോദിച്ചു, എന്നെക്കുറിച്ച് എൻ്റെ കുടുംബത്തെക്കുറിച്ചും ഏറ്റവും നല്ല ഒരു വാചകം എഴുതി തരണം. വളരെ ഒരു ഫിലോസഫറെ വിളിച്ചിട്ടാണ് പറയുന്നത്. അയാൾ പറഞ്ഞു, അപ്പൂപ്പൻ മരിക്കുന്നു, അച്ഛൻ മരിക്കുന്നു, മകൻ മരിക്കുന്നു, ഇവരൊക്കെ മരിക്കുന്നു. ഉടനെ ഇയാളെ പിടിച്ച് തുറുങ്കിലടയ്ക്കൂ എന്ന് പറഞ്ഞ് ഇയാളെ പിടിച്ച് തുറുങ്കിലടച്ചു. അപ്പം ഇയാളെ കൊല്ലാൻ പറഞ്ഞത് ഇനി പിന്നെ വേണ്ട, ഇത്രയും നല്ല അറിവുള്ള ആളാന്നൊക്കെ പറയുന്നുണ്ട്, അതിൽ കൊല്ലാണ്ട ജയിലിലിട്ടേക്കാം, 12 വർഷത്തേക്ക് ജയിലിൽ. ഇങ്ങനെ വൃത്തിയുടെ എഴുതി തന്നേന് നല്ലൊരു കാര്യം എഴുതാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഏറ്റവും നല്ല കാര്യം ചോദിച്ചു. പിന്നെ ആലോചിച്ചിട്ട് എന്തെങ്കിലും ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ അയാൾ പറയാണ്, അപ്പൂപ്പൻ മരിക്കുന്നു, അത് കഴിഞ്ഞേ അച്ഛൻ മരിക്കാവൂ, അച്ഛന് മരിച്ചിട്ടേ കുട്ടി മരിക്കാവൂ. നേരെ മറിച്ച് തിരിച്ചെഴുതി തന്നാലോ ഏറ്റവും കൊച്ചുകുട്ടി മരിക്കുന്നു, എന്തുമാത്രം വിഷമം എല്ലാവർക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ അച്ഛൻ മരിക്കുന്നു, അത് കഴിഞ്ഞ് ഈ കിളവൻ മരിക്കുന്നു. അപ്പൊ മറ്റേ എന്ത് ട്രോമയാ കുടുംബത്തിനുണ്ടാക്കുന്നത്? അപ്പൊ ഇയാളെ എളുപ്പം റിലീസ് ചെയ്തു. ഗുരുജി അപ്പോൾ ഗുരുജി മറ്റേ ആളുടെ പേര് പറഞ്ഞു ഇന്റർവ്യൂവിൽ പറഞ്ഞാൽ ശ്രദ്ധിച്ചാണ്. ഞാൻ ഇപ്പോൾ ലീവിനായിട്ട് ഒരുപാട് കാണുന്നുണ്ട്, വീഡിയോസ് ഇരുന്ന് കാണാൻ ടച്ചിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഗുരുജി പറയാറുണ്ട്, നമുക്ക് ശ്രദ്ധ കിട്ടുന്നതാണ് പ്രാണം കിട്ടുക എന്ന് പറയുന്നത്. 10ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ട സമയത്ത് ഞാൻ ഈ ഫോട്ടോകളിലൊക്കെ ഞാനിങ്ങനെ ക്ലാസ്സിൻ്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഞാൻ ഈ സംഭവമൊക്കെ വെട്ടി കൂട്ടി ആ രൂപം തന്നെ ഇത് കാർബോർഡിലൊക്കെ ചെയ്തിട്ട് 10ാം ക്ലാസ്സിൽ തന്നെ അവതരിപ്പിച്ചപ്പോൾ ആ സ്കൂളിൽ അന്ന് ഈ ABCD എന്നൊക്കെ പറഞ്ഞ ഓരോ കളർ ഗ്രൂപ്പൊക്കെ തിരിച്ചിട്ട് ഭയങ്കര പരിപാടിയൊക്കെ ആ സമയത്തൊക്കെ. അപ്പം ഞങ്ങൾ C ഗ്രൂപ്പായിരുന്നു. എൻ്റെ ഒറ്റ പരിപാടി കൊണ്ട് ആ C ഗ്രൂപ്പ് കയറി വിജയിച്ചു. അപ്പോൾ അത്രയും ടീച്ചർമാരെല്ലാം ഞാൻ ഓർക്കണ്ട, ആ ഹാളിൽ അന്ന് അത്രയും പേര് ചുറ്റിനും തടിച്ചു കൂടി കണ്ടൊരു സംഭവം. പിന്നീട് എപ്പോഴും അത് നഷ്ടപ്പെട്ടു പോയി സംഭവം. പിന്നീട് എനിക്ക് ക്രിയേറ്റീവ് ആകാൻ പറ്റിയുള്ളൂ എൻ്റെ രീതിയിൽ. ഞാൻ സ്പോർട്ടിലൊക്കെ ശരിക്കും നല്ല രീതിയിൽ ഒരു കഥയോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ആനുപാതികമായിട്ട് ഇപ്പോൾ വടക്കം വീരാതെ ഒരു സിനിമ ആയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഹൊറർ ടൈപ്പിലേക്ക് മാറ്റാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അത് എവിടെ വെച്ച് കട്ടായി അത് തിരിച്ച് കിട്ടുക എന്ന് പറഞ്ഞൊരു തിരിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിലെ ഒരു കുട്ടിയുണ്ട് എല്ലാവരുടെ ഉള്ളിൽ. ഈ കുട്ടിയെ നഷ്ടപ്പെടുത്താതിരിക്കുക, അവനെ കൂടെ കൊണ്ടു കിടക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു കുട്ടിക്ക് എപ്പോഴും അഹങ്കാരമില്ല, അഹങ്കാരിക്കാൻ അവന് സമ്മതിക്കത്തില്ല.
അതുകൊണ്ട് തന്നെ 8 വയസ്സിനുള്ളിൽ 80% ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ പഠിച്ചു കഴിയും. ബാക്കി 20% ബാക്കി ഇത്രയും വർഷം കൊണ്ട് ഒരാൾ പഠിക്കുന്നുള്ളൂ. കാരണം അവന് ഈഗോ ഇല്ലാത്തതുകൊണ്ട് അവന് ഫെയിലിയർ വിഷയമല്ല. പേടിയില്ല, പരാജയപ്പെടുമെന്നുള്ള ഭയമില്ല. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവന് വിഷമമില്ല, പരാജയപ്പെടുമോന്നുള്ള ഭയവും ഇല്ല, പാസ്റ്റും ഫ്യൂച്ചറും ഇല്ല. അതുകൊണ്ടാണ് താഴെ വീണ് കഴിഞ്ഞാൽ അവൻ പൊടിയൊക്കെ തുടച്ച് ഒന്ന് കരഞ്ഞങ്ങ് നെഗറ്റീവ് എനർജി കളഞ്ഞിട്ട് അവൻ വീണ്ടും എണീച്ച് അടിപൊളിയായിട്ട് വീണ്ടും നടക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവൻ നടക്കാൻ പഠിക്കുന്നു. എത്ര പ്രാവശ്യം വീണു. പക്ഷെ ഇപ്പം നമ്മളൊന്ന് വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു ശ്രമം പാളിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. കാരണം നമുക്കങ്ങ് നിരാശ, നമുക്കങ്ങ് വിഷമോ, എന്നെ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ ഈ ഈഗോയാണ് അവൻ സഫർ ചെയ്യുന്നത്. അപ്പം എന്താ അവിടെ ഇത്രയും വർഷത്തുള്ളിൽ സംഭവിച്ചത്, എന്തോ ഒന്ന് നമ്മളെ ഉള്ളിൽ കൂടി, അത് ഈഗോയാണ്. അതിനാണ് ഈഗോ എന്ന് പറയുന്നത്. സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ കരയാണ്ട് നിൽക്കുന്നത് ഒരു ഈഗോ. ഞാൻ ആ ദിവസം ഒന്ന് കരയാണ്ട് നിന്നുള്ളൂ. അതെനിക്ക് ശരിക്കും ട്രോമയിലുള്ളുണ്ടായിരുന്നു. അത് പിന്നെ വേറെ കാര്യമുണ്ട്. അത് പിന്നെ ആരും നാണക്കേട് വിചാരിച്ചല്ല ശരിക്കും. പലപ്പോഴും നമുക്കൊരാൾ മരിക്കുന്ന ഉടനെ അയാൾ മരിച്ചു എന്നുള്ളത് അംഗീകരിക്കത്തില്ല നമ്മുടെ മൈൻഡ്. കടയിൽ പോയിരിക്കുക എന്നൊക്കെ ഉള്ളൊരു തോന്നലായിരിക്കും. ഇത് ശരിക്കും ഒരു ഫീലിങ്സ് ആയിട്ട് വരുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവരുടെ സ്ഥാനത്ത് അവർ വരേണ്ട സ്ഥലങ്ങളിൽ അവർ മിസ് ചെയ്യും. ഈ വീട്ടുകാരും ബന്ധുക്കളൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇവർ ചെയ്തുകൊണ്ടിരുന്ന, നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ നടക്കാതെ വരികയും, അല്ലെങ്കിൽ അവരുടെ ആ അഭാവത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. അവർ ഉപയോഗിച്ച വസ്തുക്കൾ ഇപ്പോൾ ഞാൻ കൊണ്ടുവന്ന ബൈക്ക് തന്നെ അച്ഛൻ്റെയാണ്. ഞാൻ അത് ഒരിക്കലും വിറ്റുകളെ ഞാൻ തോന്നിക്കില്ല. എനിക്കത് നല്ല കൂടിയ ഫീസുള്ള ബൈക്കുകൾ വീഴുന്നുണ്ട്, ശരി 3-4 ഉണ്ട്. പക്ഷെ ഞാൻ ഞാൻ നടക്കുള്ളൂ എവിടെ പോയത്. അപ്പം അതാണ് ആ വ്യക്തി. അപ്പം ആ വ്യക്തിയുടെ അഭാവത്തിൽ നമുക്ക് പല സ്ഥലത്തും മിസ് ചെയ്യും. അപ്പോഴാണ് ശരിക്കും ദുഃഖം ഉണ്ടാകുന്നത്. ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ മരിച്ചു, അയ്യോ അത് പ്രയാസമൊന്നും ഇല്ലെന്നല്ല. പക്ഷെ അത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന അത്ര ആഴം നമ്മളിത് ഉൾക്കൊണ്ടിട്ടില്ല. ഇതും കടയിലൊക്കെ പോയിരിക്കാന്നാണ് വിചാരം. ബോഡി അവിടെ കിടപ്പുണ്ട്, പക്ഷെ ആ പേഴ്സണാലിറ്റി നമ്മൾ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ആ പേഴ്സണാലിറ്റി ഇപ്പോൾ കടയിൽ പോയിരിക്കുന്നു എന്നുള്ളതായിരിക്കും ചിന്ത. ബോഡി അവിടെ കിടപ്പുണ്ടെങ്കിൽ പോലും ആ രീതിയിലാണ് ഇത് മൈൻഡ് ഹാൻഡിൽ ചെയ്യുന്നത്. ആദ്യം വിഷമം ഉണ്ടെങ്കിലും അതിനൊരു പരിധി കൂടുതൽ വരാത്ത പലപ്പോഴും എല്ലായ്പ്പോഴും ഇല്ല. ചില ആളുകൾ അപ്പം തന്നെ നമുക്ക് താഴെ വീണ് കരയും ബോധം കെട്ട് വീഴുകയൊക്കെ ചെയ്യുന്നതല്ല. ചില ആളുകൾക്ക് ഈ സംഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അത് അഹങ്കാരമല്ല, ശരിക്കും ഈഗോ അല്ല. അത് പലപ്പോഴും പിന്നെ നമ്മൾ ഇതൊക്കെ ഉൾക്കൊള്ളണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കും കരുത്തായിട്ട് നിൽക്കണം എന്നൊക്കെ ചിലപ്പോൾ കാണും, അതൊക്കെ ഉണ്ടാവും. അപ്പം അതൊരു പരിധി കൂടുതൽ ബാധിക്കാത്തതിൻ്റെ കാര്യം ഇതാണ്. നമ്മളൊരു ഉപബോധ മനസ്സ് അക്സെപ്റ്റ് ചെയ്യണം. ഒരാൾ മരിച്ചു എന്നുള്ളത് അത് അക്സെപ്റ്റ് ചെയ്തെടുക്കാൻ സമയമെടുക്കും. മറ്റേ ബോഡി ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ശരിയാ. എനിക്കത് ശരിക്കും ദഹിപ്പിച്ചതിന് 16 കഴിഞ്ഞ സമയം തൊട്ടാണ് അത് മിസ്സിങ് ശരിക്കും വരിക. മറ്റേന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറഞ്ഞാലും പറയാനൊരാളെന്ന രീതിയിൽ അച്ഛനിങ്ങനെ നിൽക്കുക. പെട്ടെന്ന് ഒരു ശൂന്യത വന്നപ്പോൾ പിന്നെ നമ്മൾ പലപ്പോഴും അവർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിത്വത്തെ കാണത്തില്ല, സോളിനെ കാണത്തില്ല, ആ ശരീരമാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് അവർക്ക് എന്തെങ്കിലും വേണമെന്ന് നോക്കത്തില്ല പലപ്പോഴും, അല്ലെ അവരുടെ മനസ്സിലാക്കത്തില്ല വേണ്ടവർ. അല്ല, ഞാൻ അച്ഛനായിട്ട് ഒരിക്കലും ഞാൻ സംസാരിച്ചില്ല. അച്ഛൻ എന്നെ തല്ലിയിട്ടൊന്നുമില്ല, ഒരിക്കലും തല്ലിയില്ല. അടുത്തിരുന്ന് സംസാരിക്കൊന്നും പറ്റിയില്ല. നമ്മുടെ ഷോർട്ട് ഫിലിം കണ്ടായിരുന്നു, ബിങ്കോ ഫാൻ. ഞാൻ പഠിപ്പിച്ചു കാണാൻ പറ്റിയില്ല. ശരിക്കും ഇത് വന്നു, ഫീല് വന്നു. അത് പകുതിയായപ്പോൾ സ്റ്റോപ്പ് ചെയ്തല്ലേ. ബിങ്കോ ഫാമിലി, അത് ഇതാണ് സംഭവം. അതിനകത്ത് ലാസ്റ്റിൽ ആ ക്യാരക്ടർ പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛനെ ഒന്ന് കുട്ടിയായിട്ട് കണ്ടുവെക്കും. അപ്പം ആദ്യമായിട്ട് ഞാൻ അങ്ങോട്ട് പോയി തൊട്ടിട്ടില്ല, അന്ന് കെട്ടിപ്പിടിച്ചിട്ടില്ല. എന്തോ അത് ഈ മരിച്ചു കഴിയുമ്പോൾ ആൾക്കാരെന്താ ഓർക്കുന്നത്, നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ്. അപ്പോൾ നമുക്കെല്ലാം ഉണ്ടാകും ഫീലിംഗ്, ആരും വ്യത്യസ്തരൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ബോധത്തോടു കൂടി മനസ്സിലാക്കാൻ, അതാ ഞാൻ പറഞ്ഞത്, രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ഒരു സാമർത്ഥ്യമുണ്ട്, ഒരു അശ്രദ്ധയുണ്ട്, മറ്റൊരാളെ പരിഗണിക്കാൻ നമുക്ക് പറ്റത്തില്ല, നമുക്കൊരാശ്വാസമുണ്ട്. അപ്പോൾ അവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി അങ്ങനെ ആർക്കെങ്കിലും അവസരം കിട്ടിയാൽ അതുകൊണ്ട് ഈ എപ്പോഴും നമുക്ക് ഡോപാമിൻ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നത് ഈ രക്ഷപ്പെട്ട് കഴിയേണ്ടതല്ല, രക്ഷപ്പെട്ട് ആ ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മളത് വിജയിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളത്. പിന്നെ ആ ഒരു ഡോപാമിൻ സ്റ്റിമുലേഷൻ ഇല്ല. പിന്നെ അതുപോലെ വേറെ എന്തെങ്കിലും വരണം.
കാരണം അപ്പോഴേ നമ്മൾ പ്രസന്റ് വരുന്നുള്ളൂ. ഈ പ്രസന്റ് വരുമ്പോഴാണ് ശരിക്കും ഉള്ള റിയൽ പ്രസന്റ്, സങ്കല്പിച്ചുണ്ടാക്കുന്ന പ്രസന്റ് അല്ല. റിയൽ പ്രസന്റിൽ നമ്മൾ അപ്പോഴാണ് വരുന്നത്. നമുക്കൊരു കാര്യം കിട്ടിക്കഴിയും, മറ്റേത് കിട്ടുന്നത് ദൂരെയാണ്, വിദൂരതയിലാണ്, പിന്നെ എപ്പോഴെങ്കിലും നടക്കുന്നത്. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു സുപ്രഭാതത്തിൽ അത് കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് പ്രസന്റിൽ വരുന്നു. അകന്നിരുന്നത് അടുത്ത് പറയുമ്പോൾ ഫ്യൂച്ചർ ഇല്ലാതായി, പാസ്റ്റും ഇല്ല. അലഞ്ഞു തിരിഞ്ഞ് അതിനുവേണ്ടി നടന്ന ആളല്ല നമ്മളിപ്പോൾ. അത് കിട്ടി, അതുകൊണ്ട് ചിന്തയില്ലാതാകുന്നു. സോ നമ്മൾ പ്രസന്റിന്റെ നടുക്കോട്ട് വീഴുന്നു. അതുകൊണ്ട് ഭയങ്കര ഡോപ്പമിൻ സ്റ്റിമുലേഷൻ ഉണ്ടാവും, ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇത് പഴയതായി. പിന്നെ ഇതുപോലും പുതിയ വേറെ എന്തെങ്കിലും ഉണ്ടോ, ഇതിലും പുതിയ സ്ത്രീയെ വേറെ പെണ്ണെ കിട്ടുമോ, ഇതിലും പുതിയ വാഹനം കിട്ടുമോ, ഇതിലും പുതിയ മൊബൈൽ ഫോൺ കിട്ടുമോ. അപ്പോൾ അതേ നമ്മളെ പിന്നെ ടെംപ്റ്റ് ചെയ്യിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ ഹാപ്പിനെസ് ഒരു സെക്കൻഡ് നേരത്തേക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിലും പിന്നീട് അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് അൾട്ടിമേറ്റ് ആയിട്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആരും ഇല്ലാത്തത്. ഇപ്പം കാരണം ആ സമയത്ത് ഇപ്പോൾ ഒന്ന് ആലോചിച്ചു, ഒരു സമയത്തൊക്കെ ഹോളിവുഡിൽ അല്ലെങ്കിൽ ഇപ്പം തമിഴിൽ തന്നെ പ്രഭുദേവ എന്ന് പറയുന്ന ആൾ ഒരു സമയത്ത് എന്ത് ലെവലിൽ കത്തി നിന്നതാ. ഇപ്പൊ അത്രയില്ലല്ലോ, ഇപ്പൊ അത്രയില്ല. അരവിന്ദ് സ്വാമി ഇപ്പോൾ ഉണ്ട്, ഇപ്പൊ സിനിമകളിലൊക്കെ ഉണ്ട്. എങ്കിലും ആ ഒരു സമയത്ത് പുള്ളി എന്തോ ഓളം ഉണ്ടാക്കിയത് അല്ലേ. അപ്പം നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കേസ് ഈ ശാശ്വതമായിട്ട് ഈ രക്ഷപ്പെടൽ എന്ന് പറയുന്ന സാധനം നമ്മുടെ ആത്മാവിനെ അറിയുമ്പോൾ ഫുൾഫിൽമെൻ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലാണ് ഈ ഹാപ്പിനെസ് എന്ന് മനസ്സിലാകുമ്പോഴാണ്. അത് ഈശ്വരനിലൂടെ മാത്രമേ കിട്ടുള്ളൂ. ധ്യാനിക്കുമ്പോഴും ജപം ചെയ്യുമ്പോൾ അതിലൂടെ നമ്മളുടെ ബാഹ്യ ലോകത്തിൽ നിന്നും ബോധത്തെ ആന്തരിക ലോകത്തേക്ക് കൊണ്ടുവന്ന് യോഗം സംഭവിപ്പിക്കുമ്പോൾ സമാധിയെ പ്രാപിക്കുമ്പോഴാണ് ഈ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പൂർണ്ണമായി. ഈ സമാധിയുടെ ഒളിവട്ടങ്ങളാണ് നല്ല ഫുഡ് കഴിക്കുമ്പോഴും നല്ല കാറ് കിട്ടുമ്പോഴും ഒക്കെ ഞാൻ പറഞ്ഞ പ്രസന്റിൽ വരുമ്പോൾ സുഷുമ്നെ കൂടെ കുണ്ടലിനെ ഇവിടെ വരുന്നുണ്ട്, ശിവശക്തി സംയോഗം സംഭവിക്കുന്നുണ്ട് ഒരല്പം. അതുകൊണ്ടാണ് നമ്മൾ ആ നിമിഷത്തേക്ക് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്നതും രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നതും. ഇത് എങ്ങനെ കണ്ടിന്യൂസ് നിലനിർത്താനുള്ള അന്വേഷണമാണ് ധ്യാനത്തിൽ എത്തി നിർത്തിയത്, ഋഷിമാരെ ധ്യാനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതാണ് നമ്മളെ പൂർണ്ണ സമാധിയിലെത്തിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഈ പറയുന്ന രക്ഷപ്പെട്ടു എന്നുള്ള ഹാപ്പിനെസ്, ആനന്ദ കണക്ഷൻ, ആനന്ദപരമായിട്ടുള്ള പൂർണ്ണത ഒരാളിലുണ്ടാകും. ജന്മമരണ ചക്രങ്ങളിൽ നിന്ന് ഫ്രീ ആയിട്ട് മാറും. അപ്പം അതുവരെ ഒരാൾ രക്ഷപ്പെട്ടു എന്ന് തോന്നത്തില്ല. തോന്നിയാലും കുഴപ്പമാണ്. ആ ഉപാസകന് രക്ഷപ്പെട്ടു തോന്നാനായിട്ടില്ല. സമാധിയാകുമ്പോൾ അത് ആ ഫീൽ തന്നെ ഉണ്ടാവും. അത് മനസ്സിൻ്റെ തോന്നലല്ല, അത് രക്ഷപ്പെട്ടു എന്നറിയാം, അത്രേ ഉള്ളൂ. അത് അറിവാ, തിരിച്ചറിവാ. പക്ഷെ അതുവരെ ഈ തിരിച്ചറിവ് ഉണ്ടായെന്ന് പറഞ്ഞ് വിചാരിക്കുന്ന മൈൻഡാണ്, തോന്നലായിരിക്കും. അത് തോന്നലും തിരിച്ചറിവും രണ്ടും രണ്ടാണ്. രക്ഷപ്പെട്ടു എന്ന് തോന്നിയ അപകടമാണ്. കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ ജാഗരൂകത പോവും. ദേവതയായിട്ടുള്ള ബന്ധം ഉണ്ടെന്നൊരു തോന്നൽ വന്ന അപകടമാണ്. ദേവി എൻ്റെ കൂട്ടത്തിലുണ്ട്, ഞാൻ പറയുന്ന കൂട്ടാണ് ദേവി. ആ ഒരു ഘട്ടം വരുമ്പോഴത്തേക്കും ഒരുപാട് താന്ത്രികർ പെട്ടുപോയിട്ടുള്ളത്, അവരെ ബാധ പിടിച്ചിട്ടുള്ളത്, ഉപാസകര്, വലിയ വലിയ ഉപാസകരൊക്കെ തകർന്നു പോയിട്ടുള്ളത്. ദേവി നമ്മുടെ പോക്കറ്റിലാന്ന് തോന്നുന്നു. കാരണം അങ്ങനെ നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് തോന്നും. അങ്ങനെ ഘട്ടമുണ്ട്. ആ ഘട്ടം ഭാഗ്യത്തിന് തിരിച്ചറിയാൻ പറ്റുന്നവർ ഭാഗ്യവാന്മാർ. അപ്പം തന്നെ അത് ഇല്ലാതാകും. ചെറിയൊരു അഹങ്കാരമൊക്കെ തന്ന് ഒരു കൊട്ടൊക്കെ തന്നു കഴിയുമ്പോൾ നമ്മൾ നന്നാവും. എനിക്ക് ചെറിയൊരു അടിയെന്ന് ഞാൻ നന്നായിക്കൊള്ളാന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചറിയുമ്പോഴത്തേക്ക് നമുക്ക് അത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് എപ്പോഴും നമുക്ക് ഭയമായിരിക്കും ഉണ്ടാവും. ഭയം വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള. ഇപ്പം സ്നേഹിക്കുന്നവരെ നമ്മൾ ഭയക്കത്തില്ലേ അല്ലേ? സ്നേഹിക്കുന്നവർ അത് മറ്റേ ഭയമല്ല, പ്രേതബാധയൊക്കെ ഭയമാണ്. ഇത് നമുക്കൊരു അവർക്കൊരു കുറവ് വരുന്നത്, അവർക്കൊന്നും വിഷമിക്കല്ല. അവർ വിഷമിച്ചാൽ നമുക്ക് സങ്കടം വരുമെന്നുള്ള ഭയം. ഏതാ അല്ല, അത് ശകലം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. ഭയമല്ല അത്, ശരിക്കും ഭയമായിരുന്നു പറയാം, ഭയമായിട്ട് തന്നെ പറയാം. കാരണം ദേവിയായിട്ടുള്ള ബന്ധം പോകുമോ എന്നുള്ളൊരു ഭയമുള്ളത് നല്ലതാണ്. കാരണം ഭയം ജാഗരൂകത ഉണ്ടാക്കുന്നേ. ഞാൻ പറഞ്ഞില്ലേ, ഭയം ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ നിയമങ്ങൾ അനുസരിക്കുന്നത്. എല്ലാം നമുക്ക് ആവശ്യമാണ്. അത് എപ്പോഴാണ് ഒരു പരിധി കഴിയുന്നത് അപ്പോഴാണ് ഡിസോർഡർ ആവുന്നത്. അതാണ് കുഴപ്പം.
ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ഒരു ലെവലിൽ എല്ലാം ഒരു സെന്ററിൽ ആവശ്യമാണ്. ദൈവീയ ഭയം ഇല്ലെങ്കിൽ എന്ത് പറ്റും? എന്തു ആകാം. അഹങ്കാരം വരും. അവനിട്ട് അവൻ്റെ ആഭിചാരം കൊടുക്കണം ദേവി, അവനിട്ട് പണി കൊടുക്കണം. അങ്ങനെ ദേവിയായിട്ട് ഓപ്പോസിറ്റ് പണി എടുപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഇത് ദേവി കളഞ്ഞിട്ട് പോകുമ്പോൾ നമ്മൾ അറിയത്തില്ല, നമ്മൾ ഏതെങ്കിലും ബാധയുടെ മുന്നിൽ ചെന്ന് ശരിക്കും പെടും. അത് തിരിച്ച് നമുക്ക് 8ന്റെ പണിയായിട്ട് വരികയും ചെയ്യും. കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് പറഞ്ഞ് കൊടുത്തുള്ള കാര്യങ്ങൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്മയുടെ കാര്യം തന്നെ, അമ്മയുടെ ഇത് കണ്ടപ്പോൾ ഒരു 41 സമയം 41 ദിവസം ചോട്ടാണ് അമ്മയുടെ മുന്നിൽ നിന്ന് ഉറക്കം വെച്ച് പ്രാർത്ഥിച്ചോളൂ. മാറെന്ന് പറഞ്ഞാൽ അമ്മ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളിന്ന് എന്താന്ന് പറഞ്ഞാൽ ഉള്ളിന്ന് എന്തോ ഭയങ്കര ചീത്ത വിളിക്കണമെന്ന് അത് വിട്ടു. പിന്നെ അമ്മ ഭയങ്കര ആക്റ്റീവായി ഉപവാസം നമ്മുടെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ചിറ്റയ്ക്ക് ഇങ്ങനെ ആൻസൈറ്റിയുടെ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഒരു 15 ദിവസം ഉറക്കം വെച്ചേക്കും എന്ന് പറഞ്ഞു. ആ ദേവി കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ പറഞ്ഞു കൊടുക്കണോ. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതൊരു 3-4 കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നിയാ പോയി കൊള്ളാലോ. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ട് നടക്കും, ദേവി എന്റെ പോക്കറ്റിലാന്ന് തോന്നിയാൽ അന്ന് പണി. അത് അങ്ങനെ തോന്നുമോ? അതെപ്പോഴും ഈ ഭയം എന്നറിയോ? അങ്ങനെ തോന്നിയിട്ട് നമുക്കൊരു പണിയൊക്കെ കിട്ടും. 8ന്റെ പണി കിട്ടും, നല്ല കുഴി വീഴും, നല്ല എന്തെങ്കിലും രോഗമോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഏതെങ്കിലും ബാധയുടെ കയ്യിൽ നിന്ന് കിട്ടും. കാരണം അവിടെ ദേവിയില്ല. അപ്പോൾ അതെന്ത് പറ്റി ആലോചിക്കുമ്പോൾ മനസ്സിലാവും, നമ്മൾ ദേവിയോട് അപമര്യാദയായിട്ട് പെരുമാറി, അല്ലെ ദേവിയെ മനസ്സിലാവണം മിസ്യൂസ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം പിന്നെ നമുക്ക് പേടിയാണ്. പേടിയൊന്നും ദേവി എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയല്ല. അയ്യോ ഈ ഞാൻ അഹങ്കാരം കാണിക്കുന്നുള്ള ഭയമാണ്. ആ ഭയം ദേവിയോടല്ല. ശരിക്കും ഞാൻ മുമ്പേ പറഞ്ഞതിനകത്ത് ചെറിയ തിരുത്തുണ്ട്. നമ്മളോടാണ് ആ ഭയം. നമുക്ക് എളുപ്പം ദേവിയോടാണെന്ന് തോന്നുന്നു. ദേവിയോട് സ്നേഹത്തിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആവാതെ വന്നിരിക്കുന്ന തൃപ്തിയായിട്ടില്ല അങ്ങനെ പറഞ്ഞെങ്കിലും. ഇപ്പൊ എനിക്ക് തൃപ്തിയായി. ഈ ഭയം എന്നെയാണ്. എന്നെയാണ് ആ ഭയം. ഞാൻ കയറി വരുമോ എന്നിട്ട് ഈ കണക്ഷൻ കട്ടാവൂ. ദേവി എപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ ആ കണക്ഷൻ വിട്ടു പോവും. അതുള്ളത് നല്ല. നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകൾ, നമ്മുടെ പങ്കാളി, ഭാര്യ, ഭർത്താവ്, അമ്മ, അച്ഛൻ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇവരെല്ലാം സത്യത്തിൽ നമ്മളെ സ്പിരിച്വാലിറ്റി പഠിപ്പിക്കാൻ വേണ്ടി പൂർവ്വജന്മത്തിലെ ചില ബന്ധങ്ങളിലൂടെ വരെ കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളവരാണ്. അവർ നമ്മളെ തെറി വിളിക്കുമ്പോഴും നമ്മുടെ ഈ ഈഗോയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഈ പ്രാണന്റെ ചലന നിയമങ്ങൾ പഠിപ്പിക്കാനായിട്ടാണ് ഇവരെല്ലാം വന്നിട്ടുള്ളത്. അത് നമ്മൾ അത് ആ രീതിയിൽ ഉൾക്കൊണ്ടാൽ നല്ല മനോഹരമായിട്ടൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാം. ആർക്കും ദേഷ്യം തോന്നത്തില്ല, ക്ഷമിക്കാൻ പറ്റും ആളുകൾ. കാരണം ഇവരൊക്കെ നമ്മളെ പലത് പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ സ്പിരിച്വലി ഡെവലപ്പ് ചെയ്യുക. സ്നേഹിക്കുന്നവരിൽ നമ്മളെ സ്പിരിച്വൽ ഡെവലപ്പ് ചെയ്യുന്നത്, നമ്മളെ ഉപദ്രവിക്കുന്നത് സ്പിരിച്വലി ഡെവലപ്പ് ചെയ്യിപ്പിക്കുകയാണ്. അതങ്ങനെ ഒരു പഠനം, ഒരു പാഠപുസ്തകമായിട്ട് ജീവിതത്തെ കണ്ടാൽ അത്രയും മനോഹരമായ, അത്രയും അറിവുണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം വേറെ വേണ്ട. വേറൊരു സംഭവം ആവശ്യമില്ല. ഡിറ്റാച്ച്മെന്റിൽ നിന്ന് അറ്റാച്ച്മെന്റിലേക്ക് വരും. ഡിറ്റാച്ച്മെന്റിലൂടെ അറ്റാച്ച്മെന്റിലേക്ക് ഓടിക്കും. നമ്മൾ ഡിറ്റാച്ച് ആയി കണ്ടാൽ അറ്റാച്ച്മെന്റ് വേണം. അത് മൈൻഡിന്റെ ജോലിയല്ല. ഇപ്പൊ ചോദിച്ചത് നമ്മുടെ ഉള്ളില് ഇപ്പൊ എന്റെ അമ്മയോടാണെങ്കിലും അനുജനോടാണെങ്കിലും എന്റെ വൈഫിനോടാണെങ്കിലും ഡിറ്റാച്ച്മെന്റ് മനസ്സിലായി. ഉള്ളില് നമ്മളെല്ലാം അറ്റാച്ച്മെന്റ് മനസ്സിലായി. രണ്ടാമത് പറഞ്ഞു, ഉള്ളില് നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക. എന്നാൽ അവരോട് അറ്റാച്ച്മെന്റ് വേണ്ട സ്ഥലത്ത് അറ്റാച്ച്മെന്റ് കാണിച്ചിട്ട് എന്നാൽ നമ്മൾ ഡിറ്റാച്ച് ആയി നിൽക്കുക. ശിവോപധ്യാനം ചെയ്ത് ഉള്ളിലേക്ക് ആ ഒരു ഇതൊക്കെ. കാരണം ഇപ്പൊ ഈ കേൾക്കണത് ഈ ശരീരം ഒരു ബാരിയറായിട്ട് നിൽക്കണമെന്നുള്ളൂ. ഇതിക്കൂടെ ഇങ്ങനെ പോകണം, ഇതിൻ്റെ ഉള്ളൊന്നും പിടിച്ചിരിക്കാനൊന്നും ഇല്ലാന്ന് ഇത് വന്നു. അപ്പൊ ആ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയത് നമുക്ക്. അല്ല, ഇത് വന്നുമ്പോൾ നമുക്കത് തോന്നും, അത് കറക്റ്റാണ്. പക്ഷെ അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതൊക്കെ മൈൻഡാണ്. ഒരു കാര്യം അനുഭവിക്കുമ്പോൾ അവിടെ നമ്മളില്ല. ശരിക്കും ആ അനുഭവം നമ്മൾ അറിയുമ്പോൾ ആ നിമിഷം നമ്മളില്ല. പക്ഷെ പിന്നീട് മൈൻഡ് വന്നിട്ട് ഇതിനെക്കുറിച്ച് ഇത് അങ്ങനെയാണെന്ന് ഇങ്ങനെയാണെന്ന് നമുക്ക് ഒരു ഡേറ്റയാക്കി വെക്കാനുള്ള ഒരു ടെൻഡൻസി ആണ്. അത് മൈൻഡാണ്. പിന്നെ മൈൻഡിലായിരിക്കും നമ്മൾ സംസാരിക്കണം, പ്രവർത്തിക്കണം. ഇതൊരാശയമാക്കാൻ ശ്രമം നടക്കും. ഇനി ഇത് കിട്ടണമെങ്കിൽ അത് ആശയമാക്കണം. എങ്ങനെ ഇത് കിട്ടിയ ഫോർമുല ഉണ്ടാക്കാൻ ശ്രമം നടത്തും. അതിന്റെ ഭാഗമായിട്ടാണ് സൂക്ഷിച്ചു വെക്കുന്നത് ഡേറ്റ. പിന്നെ ആ സൂക്ഷിച്ചു വെക്കുന്ന മെമ്മറിയിലാണ് അവൻ ജീവിക്കുന്നത്.
അനുഭവം പോയി. അനുഭവം വേറെ എവിടെയൊക്കെയോ റെയിൽവേ ട്രാക്ക് പോലെ ഒരു സൈഡിൽ കൂടെ പോവാ. അനുഭവിക്കുന്നവനാണ് സമാധിയെ നേടുന്നത്. ഇടതടവില്ലാതെ ദേവിയെ അനുഭവിക്കുന്നു, പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു, നല്ലത് ചീത്തയൊക്കെ അനുഭവിക്കാൻ ഭാഗ്യം വേണം. ഈ അനുഭവം എന്ന് പറയുന്ന ഒരു സംഗതി ഒരു പ്രേതത്തിന് ഉണ്ടാവുന്നില്ല പൂർണ്ണാവസ്ഥയിൽ. കാരണം അതിന് ശരീരമില്ല, നമ്മളുടെ മൈൻഡ് തന്നെ. അത് മരിച്ചു കഴിയുമ്പോൾ അത് പ്രേതമാകുമല്ലോ. ഇതിന് അനുഭവം എന്ന് പറയുന്നത് ശരീരമുള്ളപ്പോൾ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് പ്രസന്റിൽ. അപ്പൊ ഈ പ്രസന്റിൽ ഈ അനുഭവം എന്ന് പറയുന്ന സംഗതി ഇടതടവില്ലാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരാൾ സമാധിയിൽ എത്തിക്കോളും, നാച്ചുറൽ. അത് പറ്റുന്നില്ല എന്നുള്ള ഈ ബാധകൾ സംഭവിക്കുന്നില്ല. അപ്പൊ ദേവിയെ വേണ്ടി വരും, ദേവിക്ക് ഒരു രൂപം വേണ്ടി വരും. കാരണം നെഗറ്റീവിനും ഫിയറുണ്ട്. അപ്പൊ ദേവിക്ക് ഒരു രൂപം വേണ്ടി വരും. പിന്നെ ഈ രൂപത്തിനകത്ത് പെട്ട് കിടന്ന് കറങ്ങാതെ അത് ശിവബോധത്തിലേക്ക് എത്തി ശിവന്റെ മേളിൽ ദേവി ഇരിക്കുന്നത് കൊണ്ടാണ്. അതിനുള്ള പദ്ധതിയാണ് ശ്രീവിദ്യ. ഇത് എത്ര പേർക്ക് അറിയാം? അവര് ദേവിയെ കാണാൻ വേണ്ടി നടക്കുക. അത് തെറ്റാണ്. ദേവി എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ആനന്ദമയ കോശത്തിൽ പഞ്ചകോശ ശുദ്ധി സാധനം നമ്മൾ പറഞ്ഞതാണ്. സ്പെഷ്യലായിട്ട് നമ്മൾ ഇങ്ങനെ പഞ്ചകോശ ശുദ്ധി സാധനം എന്ന് പറഞ്ഞ് എന്താ കൊടുക്കുന്നത്? ശ്രീവിദ്യ എന്ന് പറഞ്ഞ് ഡയറക്റ്റ് കൊടുത്തൂടെ? അപ്പൊ അത് പ്രാണമയം മാത്രമാവും. അതായത് ട്രഡീഷണൽ സിസ്റ്റത്തിൽ ആളുകൾക്ക് പലപ്പോഴും രോഗങ്ങൾ വരുന്നതിന്റെ കാര്യം അതാ, ശ്രീവിദ്യ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാരെ പേടിപ്പിക്കുന്നത്. അത് ശരി, ആ രീതി ചെയ്താൽ രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, അപകടകരമാണ്. അപ്പൊ കാരണം ഇത് പഞ്ചകോശങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നില്ലല്ലോ. പഞ്ചകോശം ഹാൻഡിൽ ചെയ്താൽ ഒരു കുഴപ്പം വരത്തില്ല, അടിപൊളിയായിട്ട് സമാധി വരപ്പാം. അതല്ല ഇന്നത്തെ ഒരുപാട് രോഗികൾ വരുന്നുണ്ട് കുണ്ടലിനി സെന്ററുമായിട്ട്. പല മെഡിറ്റേഷൻസും കാര്യങ്ങളും പഠിച്ച് നെറ്റിനൊക്കെ എടുത്ത് പഠിച്ച് ഇന്നലെ കൂടെ ഉണ്ടായിരുന്നു. ഈ ബാധയെ കൂടെ പിടിച്ച് ജീവിതം നശിച്ച് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഇത് വല്ലതും അറിയാം. പഠിപ്പിച്ചു കൊടുക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഒന്നിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇവർക്ക് വരുന്ന പ്രശ്നം കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. കുറച്ച് ഞാൻ നോക്കിയപ്പോൾ ഒരു പുള്ളി അവിടെ നിന്നിട്ട് നമ്മുടെ കൂടെ ഏതോ ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ചിരിച്ചിട്ടൊക്കെയാണ് ഇരിക്കണേ. എനിക്കെന്തോ ശവം കത്തി പോലത്തെ സ്മെല്ലൊക്കെ വരുന്നു, ഭയങ്കര പ്രശ്നമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇത് ശരിക്കും അപകടകരമാവുന്നു. കാരണം ആള് കൊടുത്ത മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 20 പ്രാവശ്യം ശ്വാസം വലിച്ചു വിട്ട് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ മൈൻഡിലോട്ട് കയറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. രോഗികളുണ്ടാവും, ബൈപ്പോളർ ഡിസോർഡർ ഉണ്ടാവും, വയറിന് പ്രശ്നം, ഷോൾഡർ പെയിൻ, തലവേദന വിട്ടുമാറത്തില്ല. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം അപകടമാണ്, രോഗികളെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ഈ ഇടതടവില്ലാതെ മനസ്സിനെ സ്റ്റോപ്പ് ചെയ്ത് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആളാണ് വിജയിക്കുന്നത്. അപ്പം സ്പിരിച്വൽ ഈഗോ എന്നൊരു സാധനമുണ്ട്. അതാണ് ഏറ്റവും വലിയ അപകടം. ഞാൻ ശ്രീവിദ്യവാസനാണ്, എനിക്ക് കുണ്ടലിനി റൈസായി, എനിക്ക് ദേവിയുണ്ട് എൻ്റെ കൂടെ. ഇതാണ് ഏറ്റവും വലിയ അപകടം. ഇടതടവില്ലാതെ ഈ അനുഭവത്തിന് മൈൻഡിന് സ്പിരിച്വലി ഇതിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന അപകടം. അനുഭവങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുമാറാതിരിക്കട്ടെ. അത് നല്ലതായാലും ചീത്തയായാലും. എനിക്ക് ഇഷ്ടമല്ലാത്ത, എന്നെ ദുഃഖിപ്പിക്കുന്ന, എന്നെ വിഷമിപ്പിക്കുന്ന, എനിക്ക് ദേഷ്യമുണ്ടാക്കുന്ന, എനിക്ക് വെറുപ്പുണ്ടാക്കുന്ന അനുഭവങ്ങളല്ലേ. അതിനല്ലേ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളൂ. ഈ ഇന്ദ്രിയങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ എന്നിലേക്ക് വരുന്ന ഈ അനുഭവങ്ങൾ നല്ലതായാലും ചീത്തയായാലും ഞാൻ അനുഭവിക്കണ്ടേ? നമുക്ക് സത്യത്തിൽ നമുക്ക് വാസനയെ അനുഭവിച്ച് ധർമാർത്ഥ കാമ മോക്ഷത്തിലൂടെ സമാധിയെ പുൽകാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിൽ ശരീരം എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെ ശ്രമിക്കണം. പക്ഷേ അതിനുവേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളുടെ നെഗറ്റീവ് അനുഭവങ്ങളാണ്. അത് നെഗറ്റീവ് അനുഭവങ്ങളെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. വരുന്ന നെഗറ്റീവ് അനുഭവങ്ങളെ അത് തരണം ചെയ്യുന്ന വരെയെങ്കിലും പൂർണ്ണ മനസ്സോടുകൂടി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അടുത്ത ലെവലിലേക്ക്, പോസിറ്റീവിലേക്ക് നമ്മൾ എത്തേണ്ടത്. ഇങ്ങനെ നെഗറ്റീവ് പോസിറ്റീവിലൂടെ കെയർ ചെയ്യാൻ ഒരാൾ വിജയിച്ചു വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് അനുഭവങ്ങൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അടുത്ത പോസിറ്റീവ് അനുഭവങ്ങളിലേക്ക് വരും? അതിനും ഇന്ന് ആരുടെയെങ്കിലും മരണമായാൽ പോലും, ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ മരണമായാൽ പോലും, ഇതെല്ലാം നമ്മൾ അറിഞ്ഞ അനുഭവങ്ങളിലൂടെ ഈ ഈ ഈ പ്രപഞ്ചത്തോട് വല്ലാത്തൊരു പ്രണയം ഉണ്ടെങ്കിൽ മാത്രമേ അനുഭവങ്ങളെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് അനുഭവങ്ങളിൽ തുടർച്ചയായിട്ട് നിലനിൽക്കാൻ പറ്റും. അപ്പോൾ കാരണം ചിന്തകളെ പ്രണയിക്കത്തില്ല, പ്രപഞ്ചത്തെ പ്രണയിക്കുന്നവൻ. പ്രപഞ്ചത്തെ പ്രണയിക്കുന്നവൻ ചിന്തകളെ പ്രണയിക്കില്ല. അവനൊരു നല്ല സീനറി കണ്ടാൽ അടിപൊളി സീനറി എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചാൽ
അവൻ നല്ലൊരു മണം കിട്ടുമ്പോൾ, നല്ല മണം എന്ന് പറഞ്ഞ് പിന്നെ ചിന്തിച്ച് ആശയങ്ങളിലേക്ക് പോയാൽ അവന് മണം കണ്ടിന്യൂസ് അനുഭവിക്കാൻ പറ്റുമോ? അപ്പോൾ അവൻ്റെ ആഗ്രഹം തീരുമോ? അപ്പോഴത്തേക്കും വണ്ടി വിട്ടുപോയി. കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ കാണും ആ മണം അന്ന് ആ പൂവിൻ്റെ ആ യാത്ര പോയപ്പോൾ അത് ഒന്നുകൂടെ കിട്ടിയാൽ. പക്ഷേ അത് നടക്കത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? അല്ലേ? ഇപ്പം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തി 5 സെൻസിലൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴും ആഗ്രഹമായിരിക്കും. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ 5 സെൻസിലൂടെ എക്സ്പീരിയൻസ് ചെയ്താൽ അത് സുഹൃത്താവാം, കാമുകിയാവാം, ഭാര്യയാവാം, ആരെങ്കിലും ആവാം, അച്ഛനാകാം, അമ്മയാവാം. 5 സെൻസിലൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രപഞ്ചത്തോടുള്ള പ്രണയം തന്നെ. പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് അവരെല്ലാം. അവരുടെ ശരീരവും മലയുടെയും പുഴയുടെയും ഭാഗമാണ്. മരിച്ചു കഴിയുമ്പോൾ അങ്ങനെ ആകും. നമ്മളും നമ്മുടെ ശരീരവും അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആത്മാവ് ഈ പ്രപഞ്ചത്തെ പ്രണയിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ മറ്റുള്ളവരിലെയും മറ്റുള്ള വസ്തുക്കളെയും അല്ലെങ്കിൽ ജീവജാലങ്ങളെയും ഒക്കെ പ്രണയിക്കുമ്പോൾ അവിടെ ചിന്തകളില്ല. ചിന്തകൾ ഉണ്ടാവാൻ സാധ്യമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമാവുന്നില്ല അനുഭവം എന്നുള്ള. ഞാൻ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ മണവും കാര്യവും കാഴ്ച കേൾവിയൊക്കെ വർക്ക് ചെയ്യും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മനസ്സ് അതിന് ആത്മീയ ചിന്തകളാണെങ്കിൽ പോലും ചിന്തകൾ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഉപാസന ചെയ്യണമെങ്കിൽ ഉപാസന ചെയ്യുക, ദേവിയെ സ്നേഹിക്കണം, ദേവിയെ സ്നേഹിക്കുക, അതിനെന്തെങ്കിലുമൊക്കെ ചെയ്തോളാം, പൂജ കഴിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ. ഇതിനിടയ്ക്ക് ഒരു ചിന്തയുടെ ആവശ്യം എന്താ? ചിന്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫിഗറിനോടുള്ള ഇതൊക്കെ വേണമെന്നല്ല, അതിനൊരു ചിന്തയൊക്കെ വരും, അത് വേണം, അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കഴിഞ്ഞാൽ റിയൽ അല്ലല്ലോ. നമുക്ക് ദേവിയുടെ രൂപമൊക്കെ നമുക്ക് കൊണ്ടുവരും, നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചിന്തിക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പക്ഷെ ചിന്തിക്കാതെ വരുന്ന ആ ഒരു രൂപം അതാണ് എന്നെ മൊത്തത്തിൽ കുഴപ്പത്തിലാകാൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ആ സ്വർണ്ണ രൂപത്തിൽ അതൊക്കെ വന്നോട്ടെ, അതൊന്നും കുഴപ്പമില്ല, ഒക്കെ വന്നോട്ടെ, അതിലൊന്നും കുഴപ്പമില്ല. പോസിറ്റീവ് അല്ലേ, നെഗറ്റീവ് വരുമ്പോഴാണ് പ്രശ്നം. പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ധർമാർത്ഥ കർമ്മ മോക്ഷത്തിലോട്ടുള്ള പോക്കല്ലേ, അതിനകത്ത് കുഴപ്പമില്ല. അതിന് ഓപ്പോസിറ്റാണ് ബാധകൾ വരുമ്പോൾ സംഭവിക്കുക. അത് മാത്രം നോക്കിയാൽ മതി. പക്ഷെ രൂപത്തിൽ പെട്ടുപോയി. അതായത് അമ്മ എനിക്ക് ഇങ്ങനെ ഒരു ദർശനം തന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ പെട്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് മുന്നോട്ട് പോകും. നെഗറ്റീവ് നമ്മൾ എടുക്കണ്ട, അത്രേ ഉള്ളൂ. ഇപ്പം രൂപത്തിൽ പെട്ടുപോകുന്ന ഒരു ആശയമല്ലേ, പോവരുതെന്നുള്ള ഒരു ആശയമല്ലേ, അത്ര സൂക്ഷ്മമായിട്ട് അവിടെ മൈൻഡ് കളിക്കല്ലേ. അത് അത്ര ഈസി അല്ല. അതാ ഞാൻ പറഞ്ഞേ, അവിടെ നമ്മൾ എന്തിനാണ് നമ്മളൊരു ആശയം വെക്കുന്നത്, അത് മൈൻഡിലോട്ട് എന്തിനാ പോകുക. അതാ ഞാൻ പറഞ്ഞേ, ഇല്ല തുടർച്ചയായി നിങ്ങൾക്ക് ആ രൂപത്തെ അനുഭവിക്കാൻ പറ്റുമോ എങ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യും. ആ രൂപത്തെക്കുറിച്ച് ചിന്തിക്കുവാണോ, അപ്പോൾ ആശയത്തിലിട്ട് പോയി ഇതെല്ലാം കുറവായി. ആ അനുഭവത്തിൽ നിൽക്കുക. മനസ്സിലായോ? ഒരു കവിത ഉണ്ടാകുന്ന എപ്പോഴാണ് അനുഭവിക്കുന്ന അനുഭവത്തിൻ്റെ തീവ്രമായ അനുഭവത്തിൽ നിന്ന് ആണ് അല്ലേ കവിത ഉണ്ടാവുന്നത്. എങ്ങനെയാണ്? നമ്മളൊരു അനുഭവത്തിൽ നല്ല കവിത ഉണ്ടാവുന്നത്. ആ അനുഭവത്തിൽ നിൽക്കുമ്പോൾ അയാളുടെ അനുഭവം വാക്കുകളായിട്ട് പുറത്തേക്ക് വരുമ്പോൾ നല്ല കവിത ഉണ്ടാവും അല്ലേ? ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് ആ ഭാഷ. അതാണ് പാട്ടുകൾക്ക് ജീവനുണ്ട്. അതിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ എന്ന് പറഞ്ഞിട്ട് ഒരു കവിതയുണ്ട്. അപ്പം അയാളുടെ ഫീലാണ് അന്നേരം ആ ഫീല് വാക്കുകളായിട്ട് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നു. എന്നാൽ എന്തോന്ന് മനസ്സിലായില്ല പോലെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് അവിടെ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പ്രാണൻ അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു. പ്രാണനാണ് കലയിലെ ഏറ്റവും അടിസ്ഥാന വസ്തു. നിർമ്മാണ സാമഗ്രി പ്രാണനാണ്.
അത് ത്രിപിടി മുടിയാനൊക്കെ ആ കല കേൾക്കുന്ന ആളിനും അനുഭവിക്കുന്ന ആ കലയും ഒന്നായി തീരുന്ന സമാധിയാണ് രസം. അപ്പം ഈ രസം ഉണ്ടാകുന്നത് പ്രസന്റിലാണ്. ഇടതടവില്ലാതെ ഒരാൾക്ക് ഓരോ സെക്കൻഡിലും അനുഭവങ്ങളിൽ നിൽക്കാൻ സാധിക്കുന്ന ഒരാളാണ് യഥാർത്ഥ ആത്മീയൻ. അയാളുടെ സംസാരമൊക്കെ സെക്കൻഡറി ആയിട്ട് വരുന്നത് എവിടുന്നോ. ഈ അനുഭവത്തിൽ നമുക്ക് നിൽക്കാൻ സാധിക്കുമോ? നിങ്ങളൊരാൾ മരിച്ചിരിക്കുമ്പോൾ അയാളുടെ അടുത്ത് ചെന്നിട്ട് വിഷമിക്കണ്ട, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഇതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞതിന് പകരം അയാളുടെ കൈ ഒന്ന് പിടിച്ചിട്ട് അയാളൊന്ന് ചേർത്ത് പിടിച്ചൊന്ന് ഹഗ് ചെയ്യണം. ഒരനുഭവം അയാൾക്ക് കൊടുക്കാൻ പറ്റും. അതാണ് അയാൾക്ക് ഏറ്റവും കൂടുതലും പ്രാണം കിട്ടുന്നത്. പിടിച്ചിരിക്കാനും ആത്മഹത്യ ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രാണം അയാൾക്ക് കിട്ടുമോ? അതോ അവിടെ ചെന്നിട്ട് വിഷമിക്കേണ്ട കേട്ടോ, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. 1 മണിക്കൂർ എസ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എന്തൊരു ബോറാണ്. നമ്മുടെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്നെ ഒന്നും മനസ്സിലാക്കിയില്ലല്ലോ, എന്നെ ഒന്നും മനസ്സിലാക്കിയിട്ട് വേണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എന്ത് പ്രയാസമായെന്ന് അറിയുമോ? ഇനി നീ അങ്ങനെ പ്രയാസപ്പെടാനില്ല, അത് അന്നത്തെ സാഹചര്യമാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്നതിന് പകരം നമ്മളൊന്ന് ചേർത്ത് പിടിച്ചിട്ടൊരു ഉമ്മ കൊടുത്താൽ വാക്കുകളേക്കാൾ 1000 ഇരട്ടി പവറല്ലേ. ഞാൻ എൻ്റെ കൂടെ ഉണ്ട്, സോറി എന്ന് പറഞ്ഞിട്ടൊരു ഉമ്മ കൊടുക്കും. ഉമ്മ കൊടുത്തില്ലേലും വേണം, ചേർത്ത് പിടിച്ചിട്ട് സോറി പറഞ്ഞാൽ മതി. എത്ര കുടുംബങ്ങൾ പിരിയാതിരിക്കും അല്ലേ? ഇത് സമയത്ത് പറയാൻ പറ്റാത്തതല്ലേ പ്രശ്നം, ഈഗോ ഉള്ളതുകൊണ്ടല്ലേ അല്ലേ? ആ ഈഗോ മാറ്റാൻ തയ്യാറല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നതല്ല, നമ്മൾ ജീവിക്കുന്നുണ്ടോ, മറ്റുള്ളവർ ജീവിക്കാൻ അനുവദിക്കുന്നുണ്ടോ? കാരണം മറ്റേയാൾ പലതും ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്, ചിന്താലോകത്താണ്. ഓ എൻ്റെ അച്ഛനുള്ളപ്പോൾ എന്ത് രസം, അദ്ദേഹം മരിച്ചു കിടക്കുന്നു, ഇനിയിപ്പോൾ എനിക്ക് ആരാ ഉള്ളത്? അമ്മ മരിച്ചു, എൻ്റെ സുഹൃത്ത് പറഞ്ഞാണ് അമ്മ മരിച്ചു. അനിയനും ചേട്ടനും കൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ അനിയൻ ഇങ്ങനെ എന്നോടൊരു ചോദ്യം ചോദിച്ചു ചിരിച്ചോണ്ട്, ഇനിയിപ്പോൾ പനി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചേട്ടാണ്? മറ്റേ പനി വരുമ്പോൾ നമുക്കൊരു പനി വരുമ്പോൾ ഏറ്റവും കൂടുതലും വിഷമിക്കുന്നത് നമ്മുടെ അമ്മയാണ്. ആ അമ്മ പോയി. ഇവര് വലിയ ആൾക്കാരായി, കുട്ടികളല്ല, അതോർക്കണം. പക്ഷെ അവരുടെ മൈൻഡിൽ ആ കുട്ടിയുണ്ട്. അതവിടെ ഒറ്റയ്ക്ക് മഴയത്ത് കുട നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന കുട്ടിയുടെ കൂട്ടായിട്ട് പറയാണ്, ഇനിയിപ്പോൾ പനി വരുമ്പോൾ എന്ത് ചെയ്യും ചേട്ടാ നമ്മൾ? തമാശ രൂപത്തിൽ അങ്ങനെ ആണ് ഒരു അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാളൊക്കെ ചെന്നിട്ട് എസ് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം ആലോചിച്ചൊക്കെ അപ്പൊ അവിടെ ഒന്ന് ചേർത്ത് പിടിക്കുക. അപ്പം അയാൾ സങ്കല്പ ലോകത്ത് നിൽക്കുന്നിടത്തൊന്നും നമ്മളവിടെ ചെന്നിട്ട് അയാൾ എന്താ ഈ പനി വരുന്ന ആരൊക്കെ ആലോചിച്ച് മെമ്മറിയിൽ സങ്കല്പ ലോകത്ത് നിൽക്കുന്നുണ്ടല്ലേ അയാൾ വിഷമിച്ച് നിൽക്കുന്നത്. അവിടെ ചെന്ന് നമ്മളൊന്ന് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അയാൾക്കൊരാശ്വാസവും അയാൾ പ്രസന്റിലേക്ക് വന്നു. പോട്ടെ, സാരമില്ല, പ്രാണം കിട്ടിയാൽ മതി. ആലോചിക്കും, പ്രാണമയ കോശമാണ് ഇവിടെ എല്ലാം കളിക്കുന്നത്. അതാ ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾ ഞാൻ മരിക്കുന്നതിനിപ്പുറം ഒരു ദിവസം സമാധിയാകുന്നു, ഒരു ദിവസം ഞാൻ സമാധിയാകുന്നു, ഒരാൾക്കെങ്കിലും ഈ പ്രാണമയ കോശം മനസ്സിലാക്കി പോകും എങ്കിൽ ഞാൻ വിജയിച്ചു. ഈ കാണുന്ന എല്ലാവരെയും ഇത് നന്നാക്കാനൊന്നും പറ്റത്തുള്ളൂ. കുറെ പേര് നമ്മൾ തെറി വിളിക്കും. ഒരാൾ ഇത് മനസ്സിലാക്കി അയാളുടെ ലൈഫ് ഫ്രീ ആയി കഴിഞ്ഞാൽ, ചേട്ടൻ പറഞ്ഞ ചക്രം ഫ്രീ ആയി, അയാൾക്ക് സമാധി കിട്ടിയ നമ്മൾ ഹാപ്പിയാണ്. ഇല്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ല, വേറെ വിഷയം മരിക്കുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എപ്പോഴും പ്രാണൻ കൊടുക്കുന്ന ആളായിട്ട് മാറണം. അങ്ങനെയെങ്കിൽ സാമ്പത്തികപരമായിട്ടൊന്ന് ജയിക്കാം. എല്ലാ രീതിയിലും നിങ്ങളുടെ കട അടക്കുക, നിങ്ങളുടെ അടുക്ക് വരുന്ന ആളുകൾക്ക് ഒരു പുഞ്ചിരി നിങ്ങൾക്ക് കൊടുക്കാം, പൈസ ചിലവില്ല. അയാൾക്കൊരു ശാലം പ്രാണം കിട്ടും. അപ്പോൾ നാളെ നിങ്ങളുടെ കടയിൽ തന്നെ വരും. കാരണം മറ്റേ കടയിൽ ചായ ഇങ്ങനെ ചായ വെച്ച് കൊടുക്കുന്ന ആളാണ്. പക്ഷെ നിങ്ങളുടെ കടയിൽ നിങ്ങൾ ചായ കൊടുക്കുന്നത് ഒരു നല്ല ചിരി, ഹൃദയമായ ഒരു ചിരി, സ്നേഹത്തോടെ കൊടുത്തു, ഒരു സിമ്പതി കൊടുത്തു, വിഷമം പറയുന്ന ആളുകൾക്കൊരു സമാധാനം കൊടുത്തു. സോ നിങ്ങളുടെ കടയിൽ 10 പേര് കൂടുതൽ വരും. കാരണം അവർക്ക് ഫ്രീ ആയിട്ടൊരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനം കിട്ടുക എന്ന് പറഞ്ഞുകൊണ്ട്
നിങ്ങളുടെ കടയിൽ വരുമ്പോൾ അവർക്കത് ഹീൽ ചെയ്യപ്പെടുന്നു, പ്രാണം കിട്ടുന്നു. പ്രാണം ഉണ്ടാക്കാൻ പറ്റും മറ്റുള്ളവരിൽ. നമ്മുടെ ഒരു ചിരി കൊണ്ട് അവരുടെ ഉള്ളിലൊരു പ്രാണം ഉണ്ടാകും. ഒരാൾ 2 പേര് നമ്മുടെ സുഹൃത്ത് പറഞ്ഞാണ്, ബാർബർ ഷാപ്പിൽ പോകുന്ന വഴിക്ക് ഇയാളെ കണ്ടാലേ മെലിഞ്ഞു ഉണങ്ങി കൂനനായിട്ടുള്ള ഒരുത്തനാണ്, കറുത്ത മുഖവും മുടിയൊക്കെ വല്ലാതിരിക്കും. ആ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു വല്ലാത്ത ഒരു വീകളുടെ രൂപമാണ്. ഇവർ 2 പേരും നടക്കാനുള്ളത് ഈ ഇതിൽ കയറിയിട്ട് ബാർബർ ഷാപ്പിൽ കയറി പൗഡറൊക്കെ ഇട്ട് കൂടുതൽ വിതരണമാക്കി അയാൾ ഇറങ്ങി വരുന്നു. എന്തിനാണ് ചോദിക്കും കൂട്ടത്തിലുള്ള ആൾ. അപ്പം ചുമ്മാ ചിരിക്കത്തേ ഉള്ളൂ. ഒരു ദിവസം ഇയാളിത് ഇങ്ങനെ ചെയ്യാതായി, പിന്നെ ചെയ്യാറില്ല. പക്ഷെ എന്ത് കയറുന്നില്ല, മറ്റേ കോമഡി കൂട്ടാക്കി ഇങ്ങനെ വികൃതമാക്കി കോമഡി കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ആ കോമഡിയൊക്കെ വേണ്ടായുണ്ട്. സ്വയം ഇങ്ങനെ കോമാളി ആവില്ല എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് കൂട്ടത്തിലുള്ള ആൾ ഇന്നും. ഇപ്പം അത് ചെയ്യാതെ വന്നപ്പോൾ എന്താ ചെയ്യാത്തതെന്ന് ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമില്ല. അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ അവൻ മരിച്ചുപോയി. ആര്? നമ്മുടെ ഓപ്പോസിറ്റ് എന്നും വരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, ക്യാൻസർ. ഞാൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ കൃത്യസമയത്ത് അവന് അച്ഛനുമായിട്ട് നടക്കാൻ വരും. അവൻ എന്നെ കണ്ട് പൊട്ടിച്ചിരിക്കും. എനിക്ക് അവന് വേറെ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. മനുഷ്യനുള്ള സ്നേഹം എന്ന് പറയുന്നത്. അവന് പരിചയം പോലും ഇല്ല, പക്ഷെ ഇതറിയാം ക്യാൻസർ ആണെന്നറിയാം. ഉറക്കെ പൊട്ടിച്ചിരിക്കും. അവൻ്റെ ജീവിതത്തിൽ ആ ഒരു ചിരി എന്നും എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. നിങ്ങളൊക്കെ എന്നെ കുറ്റം പറയും, എനിക്ക് ഇത് പറഞ്ഞ് നിങ്ങൾ എന്നെ കളിയാക്കും ഒരു പക്ഷേ. അതുകൊണ്ട് ഇതിനാണോ ഇതിങ്ങനൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ആൾ വന്നേക്കെന്നൊക്കെ പറയത്തില്ല. നമ്മുടെ ആൾക്കാരല്ലേ, എല്ലാത്തിനും കുറ്റമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നുള്ളേ ഉള്ളൂ. പക്ഷേ ഇതാണ് സംഭവം. എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, മരിച്ചുപോയി. അപ്പോൾ ഇയാൾക്ക് ഒരു കുറ്റബോധം തോന്നി. അവൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് അവർക്ക് ഷേക്കാൻ്റെ കൊടുക്കാൻ പറ്റുമായിരുന്നല്ലോ. അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും ദിവസം ഇങ്ങനെ വന്നിട്ട് ഈ സംഭവം ഇയാൾക്ക് അറിയാറില്ല. ഈ പയ്യനെ കണ്ടിട്ടുണ്ട്. ഈ സംഭവം കണ്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവിടെ ആളുകൾക്ക് പ്രാണം കൊടുക്കുന്നവരാണ് വിജയിക്കുന്നത്. അപ്പോൾ സന്തോഷം ഉണ്ടാകത്തില്ല അവിടെ മറ്റേ ഇയാളിൽ. അപ്പോൾ അയാളുടെ ഒരു കുറവ് പ്ലസ്സായിട്ട് മാറുകയല്ലേ അവിടെ. അയാളുടെ ആ കറുത്ത മെല്ലുന്തിയ ആ രൂപം ഒരാൾക്ക് പ്രയോജനപ്പെടുമോ? മറ്റവൻ നല്ല സുന്ദരനോ, തണ്ടും തടിയുണ്ട്, അവനെ കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? ഇയാളുടെ ഈ വൃത്തികെട്ട രൂപം അവിടെ ഭയങ്കര പ്ലസ് ആവുക. ഇങ്ങനെ ഇന്ദ്രൻസ് എന്ന സിനിമയിൽ എവിടെ നിൽക്കുന്നു, വലിയ അവാർഡൊക്കെ കിട്ടിയ അദ്ദേഹത്തിന്. അയാളെ കൊടക്കമ്പി എന്ന് വിളിച്ച് കളിയാക്കിക്കൊണ്ടിരുന്ന ആ രൂപം തന്നെയാണ് അയാളെ ഇവരിൽ എത്തിച്ചത്. അപ്പൊ അതിലൂടെ ആളുകളൊക്കെ അയാളെ പോസിറ്റിവിറ്റി കൊടുത്തു കലയിലൂടെ. അപ്പോൾ നമ്മുടെ നെഗറ്റീവ് തന്നെ പോസിറ്റീവായി മാറുന്ന അത്ഭുത കാഴ്ച കാണാൻ നമ്മൾ ഉണ്ടാവണം ആത്മഹത്യ ചെയ്യാതെ. നമ്മുടെ നെഗറ്റീവ് തന്നെ പോസിറ്റീവായിട്ട് മാറ്റാൻ പറ്റും പ്രാണനെ കൊടുത്താൽ, പ്രാണനെ കുറിച്ച് പഠിച്ചാൽ, പ്രാണനെ അറിഞ്ഞാൽ. ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്ന, പുസ്തകം വായിച്ച് മനസ്സിലാക്കുന്ന, ഉപാസന ചെയ്ത് പഠിക്കണം. ഉപാസന ചെയ്യുമ്പോൾ മാത്രമേ നെഗറ്റീവ് പ്രാണന ഏതാ പോസിറ്റീവ് പ്രാണന ഏതാണെന്നുണ്ട് പോസിറ്റീവ് പ്രാണം കൊടുക്കാൻ പറ്റും. ഈ പോസിറ്റീവ് പ്രാണം അറിയണ്ടേ? പോസിറ്റീവ് പ്രാണം കൊടുക്കുന്നു പറഞ്ഞാൽ ഇതിൽ ഏതാ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് അറിയണമെങ്കിൽ എനർജി ലെവലിൽ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും, ചിന്തയുടെ ലെവലിൽ പോസിറ്റീവാന്ന് പറഞ്ഞാൽ. നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവാന്ന് പറഞ്ഞ് കൊടുക്കുന്നത് നെഗറ്റീവ് ആവും. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് കൊടുത്തും അപ്പം അത് നെഗറ്റീവായി. കാര്യം അതിന് സമയം കഴിഞ്ഞു പോയി. ആദ്യം വരുന്നെങ്കിൽ അത് പോസിറ്റീവ്, ഇപ്പോൾ അത് നെഗറ്റീവാണ്. ഇതിങ്ങനെ വട്ടായി ചിന്താലോകത്ത് നിന്ന് ആശയങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴുള്ള കുഴപ്പം അതാണ്. അതുകൊണ്ട് ഇന്നു മുതൽ പ്രസന്റിൽ നമ്മൾ ഉപാസന ചെയ്ത് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അനുഭവങ്ങളിലൂടെ ഉപാസന ചെയ്തു പോകും. അതാണ് ഞാനീ പറഞ്ഞത്. അനുഭവങ്ങളിലൂടെയാണ് ഉപാസന ചെയ്യുന്നത്. ചെക്ക് ചെയ്യണം. അത് ഞാനിപ്പോൾ ഉപാസന ചെയ്യുന്നത് മെൻ്റൽ വേൾഡിൽ നിന്നുകൊണ്ടാണ്. ശ്രീവിദ്യ തന്നെ ഒരാശയമായിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ടോ? ശ്രീധരൻ നമ്പൂരി പറയുന്നത് തന്നെ ഒരാശയമായിട്ട് എൻ്റെ ഉള്ളിൽ നിന്നിട്ട് അങ്ങനെയാണ് ഞാൻ സങ്കല്പത്തിൽ ജീവിക്കുകയാണോ? ഇതൊക്കെ ചെക്ക് ചെയ്യണം. ഈ പറയുന്ന പോലെ ഒരാശയമാവാൻ പാടില്ല. പക്ഷെ അറിവാകണം, അനുഭവമാകണം. ഇത് അനുഭവിക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞത് അനുഭവിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ആശയമാക്കാതിരിക്കുക. അപ്പൊ അത്ര സൂക്ഷ്മമാണത്, അതത്ര ഈസി അല്ല. അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു എന്നൊരിക്കലും തോന്നാനും പാടില്ല. കാരണം ഇത് പോവും, ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ പോവും, മൈൻഡിലോട്ട് വരും. രക്ഷപ്പെട്ടു, മൈൻഡ് ഫിക്സായി. അപ്പം ജാഗരൂകത പോവും, ഭയം പോവും, അശ്രദ്ധ വരും, ശ്രദ്ധ പോവും. ശ്രദ്ധവൻ ലാഭത്തെ ഞാനെന്ന് ഗീത പറയുന്നത് അതുകൊണ്ട്. ഗുഡ് ബൈ. ഓക്കെ, സന്തോഷം.